ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കേരള സിലബസിന്റെ രണ്ടാമത്തെ പാഠമായ വൃത്തങ്ങൾ അഥവാ സർക്കിൾസ് എന്ന പാഠത്തിലെ എക്സാമിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ പാഠത്തിന്റെ ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മൊത്തം 11 പാഠത്തിൽ കഴിഞ്ഞ ശേഷം ഇതിലേക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ക്വസ്റ്റ്യൻസ് അഥവാ A+ലേക്കുള്ള ക്വസ്റ്റ്യൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. ഇപ്പം നമുക്ക് രണ്ടാമത്തെ പാഠത്തിലേക്ക് D+C, C+B, B+ ആൻഡ് A ഇതിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് വൃത്തങ്ങൾ. എന്താണ് വൃത്തങ്ങൾ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. വാട്ട് ഈസ് മീൻ ബൈ സർക്കിൾ? ഒരു വൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ബിന്ദു നിശ്ചിത അകലത്തിൽ മൊത്തം ഉള്ള ബിന്ദുക്കളുടെ ഗണം അഥവാ എല്ലാ ബിന്ദുക്കളുടെയും ഗണമാണ് വൃത്തം എന്ന് നമുക്കറിയാം. ഇതിൽ ആരം എന്ന വൃത്തക്കേന്ദ്രത്തിൽ നിന്നും ഒരു ബിന്ദുവിനേക്കാൾ ദൂരാണെന്ന് നമുക്കറിയാം. രണ്ട് വൃത്തക്ക് ആരം കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ഡയമീറ്റർ അഥവാ വ്യാസം കിട്ടുന്നു അറിയാം. അപ്പം ഇതാണ് ഓയിൽ നിന്നും ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്കുള്ള പോയിന്റിനെ റേഡിയസ് അഥവാ ആരം എന്ന് പറയും. OA എന്ന് പറയുന്നത് ആരാണ്? OB എന്ന് പറയുന്നത് മറ്റൊരാരാണ്. ഇത്രയും നമുക്കറിയാം. ഇതെന്തിനാ പറയുന്നത് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഇത് പറയുക ഈ ക്ലാസ്സിലേക്ക് കയറി കൊണ്ടിരിക്കുകയാണ് സർക്കിൾസ് എന്ന് പറഞ്ഞ് പാഠത്തിലേക്ക്. അപ്പം നിങ്ങൾ നോക്കുക ആദ്യമായിട്ട് ഇതിൽ ആദ്യമായിട്ട് അറിയേണ്ടതാണ് എന്താണ് ചക്രീയ ചതുർഭുജം. വാട്ട് ഈസ് മീൻ ബൈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? എന്താണ് ചക്രീയം അഥവാ വാട്ട് ഈസ് മീൻ ബൈ സൈക്ലിക്? ചക്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചതുർഭുജത്തിന്റെ എത്ര ചതുർഭുജങ്ങളുണ്ട് നമുക്കറിയാം. ചതുർഭുജം ഇതൊരു ചതുർഭുജാണ്, 4 വശങ്ങളും 4 കോണുകളും. അതുപോലെ ഇത് മറ്റൊരു ചതുർഭുജാണ്, ഇത് ലംബകം അഥവാ ട്രപ്പീസിയം എന്ന് പറയുന്നു. ഇത് മറ്റൊരു ക്വാഡ്രിലാറ്റർ ആണ്, ഇതിന് പറയുന്നു ഐസോസെലസ് ട്രപ്പീസിയം. ഒരു എതിർവശം സമാന്തരവും സമാന്തരമല്ലാത്ത എതിർവശങ്ങൾ തുല്യവും. ഇതോ ഒരു എതിർവശം സമാന്തരമാണെങ്കിൽ മാത്രം ട്രപ്പീസിയം അഥവാ ലംബകം. ഇതോ സമപാർശ്വ ലംബകം അഥവാ ഐസോസെലസ് ട്രപ്പീസിയം. ഒരു എതിർവശങ്ങൾ സമാന്തരവും സമാന്തരമല്ലാത്ത എതിർവശങ്ങൾ തുല്യവും. പിന്നെ സാമാന്തരികം അഥവാ പാരലോഗ്രാം. എതിർവശങ്ങൾ തുല്യവും എതിർ കോണുകൾ തുല്യവുമാണ്. 90 ഡിഗ്രി ആവില്ല. 90 ഡിഗ്രി ആയാലും സാമാന്തരികം എന്ന് പറയാം. പക്ഷെ ആ സാമാന്തരത്തിൽ ചതുരം എന്ന് പറയും. ഇത്രയാണ്. ഇനി സമഭുജ സാമാന്തരം. എല്ലാ എതിർവശങ്ങൾ തുല്യവും സമാന്തരവും എന്നാൽ എല്ലാ വശങ്ങളും തുല്യവുമായിട്ടുള്ള സാമാന്തരികത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാണെങ്കിൽ അത് സമഭുജം. പിന്നെ ചതുരം തുല്യവും സമാന്തരവും എതിർ കോണുകൾ തുല്യം വികരണങ്ങൾ തുല്യം എല്ലാ കോണുകളും 90 ഡിഗ്രി. ഇത് ചതുരം എന്ന് പറയുന്നു. ഈ ചതുരം സാമാന്തരികമാണ്. പക്ഷെ സാമാന്തരിക ചതുരല്ല. കാരണം എന്താണ്? എതിർവശങ്ങൾ തുല്യവും സമാന്തരവും എതിർവശങ്ങൾ തുല്യവും സമാന്തരവും എതിർ കോണുകൾ തുല്യം. അപ്പൊ ഈ ചതുരം സാമാന്തരികമാണ്. പക്ഷെ സാമാന്തരികം ചതുരല്ല. കാരണം ചതുരത്തിന്റെ കോണുകൾ 90 സാമാന്തരികത്തിന്റെ കോണുകൾ 90 ആവണമെന്നില്ല. 90 ആവാം, പക്ഷെ ആവണമെന്നില്ല. പിന്നെ ലാസ്റ്റ് പറയുന്ന സമചതുരം അഥവാ സ്ക്വയർ. ഈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഭുജ സാമാന്തരികമാണ്, റോംബസ് ആണ്. പക്ഷെ റോംബസിന്റെ എതിർക്കോണുകൾ തുല്യാണ്, ഇതിന്റെ എതിർക്കോണുകൾ തുല്യാണ്. അപ്പൊ ഈ സമചതുരം റോംബസ് ആണ് അഥവാ സമഭുജ സാമാന്തരികമാണ്. പക്ഷേ 90 ഡിഗ്രി ആണെങ്കിൽ അതിന് സമചതുരം എന്ന് പറയുന്നു, 90 ഡിഗ്രി അല്ലെങ്കിൽ അതിന് സാമാന്തരികം എന്ന് പറയുന്നു. അഥവാ അതും ഒരു എന്തായിരിക്കും? ഒരു സമചതുരം സമഭുജ സാമാന്തരികമായിരിക്കും. സമഭുജ സാമാന്തരികം സമചതുരമല്ല. നോക്കുക, ഇത് ക്വാഡ്രിലാറ്റർ, ഇതിനെ ട്രപ്പീസിയം, ഇത് ഐസോസെലസ് ട്രപ്പീസിയം, പാരലോഗ്രാം, റെക്റ്റാങ്കിൾ, റോംബസ്, സ്ക്വയർ. Rectangle is a parallelogram, but parallelogram is not a rectangle because rectangle have 90 degrees. Parallelogram may be 90 or not, no problem. അതുപോലെ ഇതും ഇത് റോംബസ് ആണ്, ഇതൊരു റോംബസ് ആണ്. പക്ഷേ ഇത് സ്ക്വയർ അല്ല, ഇത് സ്ക്വയർ ആണ്. കാരണം ഇതിന്റെ ആംഗിൾസ് 90 ആണ്, ഇത് 90 ആവണമെന്നില്ല. ഓക്കെ. അപ്പൊ എന്താണ് സൈക്ലിക് അഥവാ ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്കറിയാം എന്താണ് ചക്രീയം. ഒരു ചതുർഭുജത്തിന്റെ എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി ആണെങ്കിൽ അത് അനുപൂരകമായിരിക്കും. അനുപൂരകമാണെങ്കിൽ അത് ചക്രീയമായിരിക്കും. കാരണം എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി. Any quadrilateral or sum of the opposite angles are 180 degree is called cyclic. അഥവാ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരച്ചാൽ, ഒരു ചക്രീയ ചതുർഭുജം വരച്ചാൽ അതിൻ്റെ 4 മൂലകളും വൃത്തത്തിന്റെ ഓരോ ബിന്ദുകളിൽ തട്ടിച്ചുകൊണ്ട് ഒരു വൃത്തം വരയ്ക്കാൻ കഴിയും. ഓക്കെ, when we draw a cyclic quadrilateral, then we make a circle depend on the cyclic quadrilateral. 4 cones are touching to each one point of circle is called cyclic quadrilateral. അത് നോക്ക് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ വരച്ചു എ ബി സി ഡി. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ആയിരിക്കും. അഥവാ കോൺ എ പ്ലസ് കോൺ സി സമം 180 ഡിഗ്രി ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കോൺ എയും കോൺ സിയും കൂട്ടിയാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് അറിയാം കോൺ ബിയും കോൺ ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 ആവും, 180 ഡിഗ്രി ആവും. കാരണം എന്താണ്, ഏത് ചതുർഭുജത്തിന്റെയും ആകെ കോണളവ് 360 ഡിഗ്രി. ഓക്കെ, അപ്പൊ എന്താണ് ഇത് ക്വാഡ്രിലാറ്ററൽ എന്താ സൈക്ലിക് ആണ് അഥവാ ചക്രീയമാണ്. അതിനു വേണ്ടി മറ്റൊരു സർക്കിൾസ് നമുക്ക് വരച്ചു നോക്കുക. ഇത് ചക്രീയമല്ല, സൈക്ലിക് അല്ല. കാരണം എന്താണ്, ഈ കോണ് വൃത്തത്തിന് പുറത്താ, ഈ കോണൊക്കെ വൃത്തത്തിലുമാണ്. അപ്പൊ ഇതും കൂട്ടിയ 180 അല്ല, ഇതും കൂട്ടിയ 180 അല്ല. കാരണം എന്താണ്, ഇത് 90 മേലോട്ടാണ്, ഇതും 90 മേലോട്ടാണ്. അപ്പൊ ഇതും കൂട്ടിക്കഴിഞ്ഞാൽ 180 മേലോട്ടാണ്. അപ്പൊ എന്താണ്, ഒരു ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചതുർഭുജം, ആ ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ ആംഗിൾസും ആ സർക്കിളിന്റെ ഓരോ ബിന്ദുവിൽ ഓരോ പോയിന്റിൽ ടച്ച് ചെയ്തിരിക്കും. ഏത് ഇതിന്റെ പുറത്താണ് ടച്ച് ചെയ്തത്. അപ്പൊ ഇത് സൈക്ലിക് അല്ല, എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി അല്ല. ഓക്കെ, ഞാൻ ഒന്ന് സ്പീഡ് കൂട്ടി പോവുകയാണ്. കാരണം ഇതിന്റെ ബേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കുക. ഒരു ചതുരം ചക്രീയമാണെന്ന് തെളിയിക്കുക. Prove that a rectangle is cyclic. ഒരു ചതുരം ചക്രീയമാണ് എന്ന് തെളിയിക്കണം, അഥവാ അനുപൂരകമാണ്, സൈക്ലിക് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതെങ്ങനെ? എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ആൻസറിലേക്ക് നോക്കുക. നമ്മൾ എപ്പോഴും ആൻസർ ചെയ്യുന്ന സമയത്ത് പറ്റുമെന്നുണ്ടെങ്കിൽ അതിന്റെ റഫ് ഡയഗ്രം വരയ്ക്കുക. എ ബി സി ഡി, എ ബി സി ഈക്വൽ ടു സി ഡി, ബി സി ഈക്വൽ ടു എ ഡി, എ ബി പാരലൽ ടു സി ഡി, ബി സി പാരലൽ ടു സി ഡി, ബി സി പാരലൽ ടു എ ബി പാരലൽ ടു സി ഡി, അതുപോലെ ബി സി പാരലൽ ടു സി ഡി. ഇത് നമുക്കറിയാവുന്നതാണ്. എതിർവശങ്ങൾ തുല്യം, എതിർവശങ്ങൾ സമാന്തരം, അതാണ് എഴുതിയത്. ഇനി നോക്കുക, ആംഗിൾ എ സീക്വൽ ടു ആംഗിൾ സി സീക്വൽ ടു 90 ഡിഗ്രി. ഇതൊക്കെ എന്താണ്, ഐഡന്റിറ്റി, ഇതൊക്കെ കാരണങ്ങളാണ്. അതൊരു ആംഗിൾ ബി സീക്വൽ ടു ആംഗിൾ ഡി സീക്വൽ ടു 90 ഡിഗ്രി.
Therefore, angle A is equal to angle C is equal to 90 degree. That is, angle A plus angle C is equal to 180 degree. Also, അതുപോലെ തന്നെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി ആയതുകൊണ്ട് ഇനി പറയുക ആയതുകൊണ്ട് ഇത് ചക്രീയമാണ്. Therefore, it is cyclic. ഇപ്പൊ കിട്ടിയ മനസ്സിലായി നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത്. അതായത് ഒരു ചതുരത്തിന്റെ ഐഡന്റിറ്റീസ് ആണ് എ ബി സമം സി ഡി ബി സി സമം എ ഡി, എ ബി സമം സി ഡി ബി സി സമം എ ഡി, എ ബി സമാന്തരമാണ് സി ഡി, ബി സി സമാന്തരമാണ് എ ഡി. ഒരു ചതുരത്തിന്റെ പ്രത്യേകത ആൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി. അപ്പൊ ആംഗിൾ എതിർകോണുകൾ തുല്യമാണ്. ആംഗിൾ എ സമം ആംഗിൾ സി സമം 90 ആണ്. ആംഗിൾ ബി സമം ആംഗിൾ ഡി അതും 90 ആണ്. Therefore, angle A സമം ആംഗിൾ സി 90. അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 90 പ്ലസ് 90 സമം 180. ഇത് 180 ആണെങ്കിൽ ഇതും കൂട്ടിയ 180 ആവും. കാരണം ആകെ 360 ഡിഗ്രി ആയതുകൊണ്ട് എതിർക്കൊള്ള തുക 180 ഡിഗ്രി ആയതുകൊണ്ട് ഇത് ചക്രീയമാണ്. 3 മാർക്ക് എക്സാമിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി അടുത്തൊന്ന് ഒരു സമചതുരം എ സ്ക്വയർ ഈ സൈക്ലിക് പ്രൂവ് ചെയ്യാൻ ഒരു സമചതുരം സൈക്ലിക് ആണ് പ്രൂവ് ചെയ്യണം അഥവാ ചക്രീയമാണ് എന്ന് തെളിയിക്കണം. അതും ഇതുപോലെ തന്നെ റഫായിട്ട് നമുക്കൊരു സമചതുരം വരയ്ക്കുക. എ ബി സി ഡി ഇതൊക്കെ 90 ഡിഗ്രി ഇതാണ്. എ ബി സി ഈക്വൽ ടു സി ഡി, ബി സി ഈക്വൽ ടു എ ഡി, എ ബി സമാന്തരം സി ഡി, ബി സി സമാന്തരം എ ഡി, എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു എ ഡി. എല്ലാ വശങ്ങളും തുല്യമായിരിക്കും നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പൊ ഇനി നമുക്ക് എന്താണ് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു 90 ഡിഗ്രി, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഡി ഈക്വൽ ടു 90 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. Therefore, it is cyclic ആയതുകൊണ്ട് ഇത് ചക്രീയമാണ്. സിമ്പിൾ അല്ലേ. അപ്പൊ നമ്മൾ 2 എണ്ണം പ്രൂവ് ചെയ്യാൻ പഠിച്ചു. അഥവാ ഇത് ആംഗിൾക്ക് എന്താ സമചതുരം ചക്രീയമാണ്. സ്ക്വയർ ഈസ് എ സൈക്ലിക്. എ ബി സമം സി ഡി, ബി സി സമം എ ഡി. ഓക്കെ ആണല്ലോ. എ ബി സമാന്തരം സി ഡി, ബി സി സമാന്തരം എ ഡി അതും ഓക്കെ അല്ലേ. പിന്നെ എ ബി സിക്കൽ ടു ബി സി സിക്കൽ സി ഡി സിക്കൽ ടു എ ഡി എല്ലാ വശങ്ങളും തുല്യം അത് ശരിയല്ലേ. ആംഗിൾ എ സിക്കൽ ടു ആംഗിൾ സി ആണ്. ഇതർ വശങ്ങൾ കൊടുക്കുക തുല്യമാണ്. ആംഗിൾ ബി സിക്കൽ ടു ആംഗിൾ ഡി 90 ഡിഗ്രി. അതുകൊണ്ട് ആംഗിൾ എയും ആംഗിൾ സിയും ആംഗിൾ എ 90 ആയിരിക്കും, സി 90 ആണ്. അപ്പൊ എ പ്ലസ് സി സിക്കൽ ടു 90 പ്ലസ് 90 സിക്കൽ ടു 180 180 ഡിഗ്രി. അതുകൊണ്ട് ഇത് സൈക്ലിക് ഇതൊരു സക്രിയ ചതുർഭുജമാണ്. ഇത് ഓക്കെ ആയോ. ഇനി നമുക്കൊന്ന് നോക്കാം. ഇനി അടുത്തൊരു ചോദ്യം കൂടി കേട്ടോ. ഒരു സാമാന്തരികം ചക്രീയമല്ല എന്നു തെളിയിക്കുക. Prove that a parallelogram is not a cyclic. സാമാന്തരികം സൈക്ലിക് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അഥവാ പാരലോഗ്രാം ഈസ് നോട്ട് എ സൈക്ലിക്. നമുക്ക് നോക്കുക. എ ബി സി ഡി ഓക്കെ. എ ബി ഈക്വൽ ടു സി ഡി, ബി സി ഈക്വൽ ടു എ ഡി, എ ബി പാരലൽ ടു സി ഡി,
ബി സി പാരൽ ടു എ ഡി. ഇത്രയും നമുക്കറിയാം. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ലെസ് ദാൻ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഇതാ അതൊരു ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഡി നോട്ട് ഈക്വൽ ടു 90. അഥവാ ഇതില് ലെസ് ദാൻ 90 ഡിഗ്രി, ഇതോ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. കാരണം ഇത് അക്യൂട്ടാണ്, ഇത് അക്യൂട്ട്, ഇതോ ഒബ്റ്റ്യൂസ്. അഥവാ 90 ഡിഗ്രിക്ക് താഴെ, ഇതോ 90 ഡിഗ്രിക്ക് മുകളിൽ. ഓക്കെ, അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി നോട്ട് ഈക്വൽ ടു 180 ഡിഗ്രി ആയതുകൊണ്ട് ഇത് ചക്രീയമല്ല. Therefore, it is not a cyclic. Okay? ഇപ്പൊ ഈ മൂന്നെണ്ണം നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് എന്നുള്ളത്. ഒന്നാമത്തെ ചതുരം, രണ്ടാമത്തെ സമചതുരം, മൂന്നാമത്തെ സാമാന്തരികം. ഫസ്റ്റ് ഈസ് റെക്ടാംഗിൾ, സെക്കൻഡ് ഈസ് സ്ക്വയർ, തേർഡ് ഈസ് പാരലോഗ്രാം. ഇനി ഇതോടുകൂടി ഈ ക്ലിപ്പ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഇനി വരാൻ പോകുന്നത് റോംബസ് അഥവാ സമഭുജ സാമാന്തരികം, അതുപോലെ അല്ല തെളിയിക്കണം. സാമാന്തരികം ആണെങ്കിൽ റെക്ടാംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം, റോംബസ് ആണെങ്കിൽ സ്ക്വയർ ആണെന്നും പ്രൂവ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലിപ്പിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ക്ലിപ്പ് ഇതോട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഈ രണ്ടാമത്തെ പാഠം തുടക്കം മുതൽ കാണുക. ഇതിന്റെ ബേസ് അടിത്തറിയാൻ ഇതിന്റെ ബേസ് അധികം എടുത്തിട്ടില്ല. ആദ്യം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അത് വിശദമാക്കി തരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ തുടക്കം മുതൽ കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ പാഠം മൊത്തം കഴിഞ്ഞതാണ്, കണ്ടില്ലെങ്കിൽ അതൊന്ന് കാണണം. കാണുമ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കേട്ടോ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ക്ലിപ്പോടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലിപ്പുമായി നാളെ ഞാൻ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.